പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. കാത്തിരിപ്പ് നമുക്കെല്ലാവർക്കും മടുപ്പ് ഉളവാക്കുന്ന ഒന്നാണ്. ചില നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ കാലതാമസം എടുത്തേക്കാം. ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തെന്ന് വരും. കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം കൂടുമ്പോൾ ഓർക്കുക, കർത്താവ് ശാശ്വതമായ ഒരു നന്മയാണ്, അനുഗ്രഹമാണ് എനിക്ക് വേണ്ടി ഒരുക്കുന്നതെന്ന്. ഒരു ജോലിക്ക് വേണ്ടി പലതവണ അന്വേഷിച്ചിട്ടും അത് കിട്ടാതെ വരുമ്പോൾ അത് നമ്മളിൽ നിരാശ ജനിപ്പിച്ചെന്ന് വരും. പഴയ നിയമത്തിൽ മലമുകളിലേക്ക് മോശയെ വിളിക്കുന്ന കർത്താവ് മോശയോട് പറഞ്ഞത് എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുവാനാണ്. ആ കാത്തിരിപ്പിനൊടുവിൽ കർത്താവ് മോശയ്ക്ക് നൽകുവാനായിട്ട് ആഗ്രഹിച്ചത് ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നായിരുന്നു. ദൈവകൽപ്പനകളും നിയമങ്ങളും എഴുതിയ കൽപ്പലക. നമ്മളെയും കാത്തിരിപ്പിന് വിട്ടുകൊടുക്കുന്ന ഈശോ നമുക്ക് വേണ്ടി വിലപിടിപ്പുള്ള ശാശ്വതമായ ഒരു നന്മ ഒരുക്കുന്നുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. ഇന്ന് നമ്മുടെ കാത്തിരിപ്പിന് പുതിയൊരു ശൈലി കൊണ്ടുവരാം. മോശ ചെയ്തതുപോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറി വന്ന് കാത്തു നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ കാത്തു നിൽക്കുന്നവർക്ക് ദൈവം എല്ലാം നൽകും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.